2018 മഹാപ്രളയത്തെക്കുറിച്ചുള്ള ഒരു വിവരാവകാശ ചോദ്യത്തിന് ലഭിച്ചത് 1000 മറുപടികൾ. തൃശൂർ മാള സ്വദേശിയും പൊതുപ്രവർത്തകനുമായ ഷാൻഡി ജോസഫിനാണ് വിചിത്രമായ നടപടികൾക്കൊടുവിൽ മറുപടി ലഭിച്ചത്. പക്ഷേ തന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ ഇക്കാര്യം മറച്ചുപിടിക്കുകയാണെന്നും ഷാൻഡി പറയുന്നു. 2018 മഹാപ്രളയത്തെക്കുറിച്ചായിരുന്നു ഷാൻഡിയുടെ ചോദ്യം. പ്രളയത്തിൽ തകർന്ന കെട്ടിടങ്ങൾ എത്രയെണ്ണം നവീകരിക്കാനായി? ഈ വർഷം മെയ് 25-നാണ് ചോദ്യത്തിന് മറുപടി തേടി ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയത്. എന്നാൽ മറുപടി ലഭിച്ചില്ലെന്ന് മാത്രമല്ല, അതിന്റെ ബാക്കിയായി ഉണ്ടായ പൊല്ലാപ്പുകൾ വേറെയും. ചീഫ് സെക്രട്ടറി ചോദ്യം വിവിധ വകുപ്പുകൾക്ക് കൈമാറി. സെക്രട്ടേറിയറ്റ് മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ വരെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ടു. അതേക്കുറിച്ച് ഷാൻഡി ജോസഫ് പറയുന്നത് ഇങ്ങനെ: കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ 2018 പ്രളയത്തിലും 2019 സംഭവിച്ച പ്രളയത്തിൽ സംസ്ഥാനത്തെ കെട്ടിടങ്ങൾക്ക് വന്ന കേടുപാടുകളെക്കുറിച്ച് അറിയുവാനും അതുപോലെ ഏതെല്ലാം കെട്ടിടങ്ങളാണ് ഇനി പുനർനിർമ്മിക്കാനുള്ളത് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പഞ്ചായത്ത് ഡയറക്ടർക്കും ഒരു വിവരാവകാശ അപേക്ഷ വെച്ചത്. സംസ്ഥാനത്തെ 1200-ൽ പരം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് ചോദ്യത്തിന് മറുപടി എന്ന നിലയിൽ ഓരോ ദിവസവും ഷാൻഡിക്ക് കത്തുകൾ ലഭിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും ഉത്തരം ലഭിക്കും വിധം ശരിയായ വിവരങ്ങളില്ല എന്ന് ഷാൻഡി ആരോപിക്കുന്നു. മാത്രമല്ല, മഹാപ്രളയവുമായി ബന്ധപ്പെട്ട ക്രോഡീകരിച്ച വിവരങ്ങൾ സർക്കാരിന്റെ പക്കലില്ലെന്ന് ഇതിലൂടെ വ്യക്തമാണെന്നും ഷാൻഡി ആരോപിച്ചു. ഒരു ചോദ്യത്തിന്റെ ഉത്തരം സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തെ നടുക്കി ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും അതിൻ്റെ ഒരു കണക്ക്, ക്രോഡീകരിച്ചൊരു കണക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഇല്ല എന്നുള്ളത് വളരെയധികം ഖേദകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഒരു അപേക്ഷകൻ എന്ന ലെവലിൽ ചിന്തിക്കുമ്പോൾ സംസ്ഥാനം സംഭവിച്ച ഇതിൻ്റെ ഒരു കണക്ക് വ്യക്തമായിട്ട് എനിക്ക് ലഭ്യമായിട്ടില്ല. ഏതെല്ലാം ഓഫീസുകളിൽ നിന്ന് ഇനി കണക്ക് കിട്ടുവാനുണ്ട് എന്ന് പോലും അറിയില്ല. ഷാൻഡി ജോസഫിന്റെ കുടുംബം വിട്ടു നൽകിയ ഭൂമിയിലാണ് മാളയിലെ സബ് ട്രഷറി കെട്ടിടം നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിനും പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പക്ഷേ പിന്നീട് കെട്ടിടം നവീകരിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഇതിന് പിന്നിലുള്ള കാരണം അന്വേഷിച്ചാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഷാൻഡി ജോസഫ് പറയുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.